രണ്ടാമത് ഇനി ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ അത് വലിയ സർപ്രൈസ് ഷോക്കായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് എനിക്കൊന്ന് ഈ ഇറാനിലെ തന്നെ ഒരു പ്രൊഫസർ മുഹമ്മദ് മൊറാണ്ടി പറഞ്ഞൊരു കാര്യം അത് റെലവൻ്റായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതാണ്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെസ്റ്റിൻ്റെയും സ്വഭാവം ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഞങ്ങളെ വഴിതിരിച്ച് വിടാനാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ സ്വഭാവം എന്താണ് എന്നറിയാം, ഇവർ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നതെന്നറിയാം, ഇറാഖിൽ ഇവരെങ്ങനെയാണ് ആക്രമിച്ചതെന്നറിയാം, ഇറാഖും ഇറാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ എങ്ങനെയാണ് ഇവരൊക്കെ ഇടപെട്ടത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞങ്ങളുടെ ഫെസിലിറ്റികളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ചർച്ചകൾ നടത്തിയാൽ പോലും ഇവർ ആക്രമണത്തിനും മടിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ പ്രിപ്പയർഡായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലാതിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഈ ടോപ്പ് ലീഡർഷിപ്പിനെ ടാർഗറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് സംഭവിച്ചു. അത് ഞങ്ങൾക്ക് സർപ്രൈസിങ് ആയിരുന്നു. അത് ഞങ്ങളുടെ ഫെയിലിയർ ആയിരുന്നു എന്ന് അയാൾ കൃത്യമായിട്ട് പറയുന്ന സാഹചര്യമുണ്ട്.